ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ സൺ പിക്ചേഴ്സിൻ്റെ ബാനറിൽ കലാനിധി മാരൻ നിർമ്മിച്ച തമിഴ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി. രജനികാന്ത്, നാഗാർജുന, അക്കിനേനി, സൗബിൻ ഷാഹിർ, ഉപേന്ദ്ര, ശ്രുതി ഹാസൻ, സത്യരാജ്, രജിത റാം എന്നിവരുൾപ്പെടെ ഒരു കൂട്ടം അഭിനേതാക്കളാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. കൂടാതെ ഹിന്ദിയിൽ നിന്നും അമീർ ഖാൻ, പൂജ ഹെഗ്ഡെ പ്രത്യേക വേഷങ്ങളിൽ എത്തുന്നു. ഒരു മുൻ കൂലി യൂണിയൻ നേതാവ് തൻ്റെ സുഹൃത്തിൻ്റെ മരണം അന്വേഷിക്കുകയും അത് അയാളെ ഒരു കുറ്റകൃത്യ സംഘത്തിലേക്ക് നയിക്കുകയും അതിനെ തുടർന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയിലുള്ളത്. ഛായാഗ്രഹണം ചെയ്യുന്നത് ഗിരീഷ് ഗംഗാധരൻ, എഡിറ്റിംഗ് ഫിലോമിൻ രാജ്, മ്യൂസിക് ആൻഡ് സ്കോർ അനിരുദ്ധ് രവിചന്ദ്രൻ, തിരക്കഥ ലോകേഷ് കനകരാജ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആക്ഷൻ ഡ്രാമ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ത്രില്ലർ മൂവി ആയിട്ടാണ് തോന്നിയത്. ഒരു ആവറേജ് എൻ്റർടൈനർ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന മൂവി. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും 2-3 ഹൈ മൊമെൻറ്റ്സ് ഉള്ളത് മാറ്റി നിർത്തിയാൽ ചിത്രത്തിൻ്റെ വേറെ എവിടെയും ഹൈ മൊമെൻറ്റ്സ് ഞാൻ കണ്ടില്ല. ഹോണസ്റ്റായി പറയുകയാണെങ്കിൽ ഒരു രജനി പടം കാണാൻ പോവുകയാണെങ്കിൽ ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് പടം ആയിട്ടാണ് കൂലിയെ എനിക്ക് തോന്നിയത്. കഥ അധികം നിറച്ചതുകൊണ്ട് ആദ്യ പകുതി മന്ദഗതിയിൽ പോകുന്നു. രജനിയുടെ സ്വാഗും ആക്ഷനും സീനുകളും കൊണ്ട് ഫാൻസിനൊരു ആഘോഷം തന്നെ. സാധാരണ സിനിമ പ്രേക്ഷകർക്ക് ഒരു ഓക്കെ ടൈപ്പ് മൂവി ആയിരിക്കും. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ലോകേഷ് പടം വിത്ത് രജനികാന്ത് സ്വാഭാവികം ആയിട്ടും ഹൈപ്പ് ഉണ്ടാകും. ഒരു ഗംഭീര സിനിമ പ്രതീക്ഷിക്കും. പക്ഷേ ഇതങ്ങ് സെറ്റായില്ല. ഒരു ഗും ഫീലും ചെയ്തില്ല. ലോകേഷ് പടമായി കാണുമ്പോൾ ഒരു വീക്ക് ഇമോഷണൽ ഡ്രാമയും അതിൽ ആക്ഷൻ ത്രില്ലറും ആയി ഒരുക്കിയ ഒരു ലോകേഷ് പടം. വിക്രം, കൈദി, ലിയോ വെച്ച് നോക്കുമ്പോൾ ലോകേഷിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് മൂവി ആയിട്ടാണ് തോന്നിയത്. സ്റ്റോറി നമ്മൾ സ്ഥിരം കണ്ടുപഴകിയ സെയിം ടെംപ്ലേറ്റ് ക്ലീഷേ സ്റ്റോറി. സൗബിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. പടത്തിൽ സൗബിൻ അദ്ദേഹത്തിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. നോർമൽ പടത്തിൽ കുത്തികയറ്റി വെച്ചിരിക്കുന്ന കുറേ ക്യാമിയോസ് ആയിട്ടാണ് ഈ പടം കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വൺ ലൈൻ സ്റ്റോറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു 10-20 കൊല്ലം ആയിട്ടുള്ള നമ്മൾ കണ്ടു ശീലിച്ച സെയിം ടെംപ്ലേറ്റ് സ്റ്റോറി. ഒരു കൂട്ടുകാരനെ കൊല്ലുന്നു. അതിനെ റിവെഞ്ച് ചെയ്യാൻ നടക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു അവാർഡ് പടമായി തോന്നുമെങ്കിലും ഒരു ആവറേജ് പടം. രജനി ഫാൻസിനു കണ്ട് ആഘോഷിക്കാം. ഈ സിനിമ കണ്ടു ഞാൻ വിലയിരുത്തിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇതുപോലെ മികച്ച മൂവീസ് ആൻഡ് സീരീസ് റിവ്യൂസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.